ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ ആയോ? നമുക്ക് ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 കഴിഞ്ഞ വർഷത്തെ +2 മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. So the question is, first question is, here we have given two sets A and B, A equal to set 1, 2, 3 and B equal to set 2, 3, 4, 5, and F is defined from A to B such that f of x equal to set of all ordered pair xy such that y equal to x plus 1. The question is, express this in the roster form, and one more question, check whether the function is 1, 1 and on 2. ഈ ഫംഗ്ഷൻ 1, 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. എന്താ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ, സെറ്റ് തിയറിയിൽ സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണ് വരുന്നത്. ഒന്ന് റോസ്റ്റർ ഫോമും രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എൻട്രീസിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു സെറ്റിലെ എലമെൻസിനെ ഇങ്ങനെ കോമിട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ കേർലി ബ്രേസസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു മെത്തേഡിനാണ് നിങ്ങൾ റോസ്റ്റർ ഫോം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ റോസ്റ്റർ ഫോം ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്, ദ എലമെൻറ്റ്സ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിതിൻ ദ കേർലി ബ്രേസസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് സെറ്റ്സിലെ എലമെൻറ്റ്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. സെറ്റ്സിലെ എലമെൻറ്റ്സ് എങ്ങനെ വരും നോക്കാം. ഹിയർ ദ ഫംഗ്ഷൻ ഈസ് y ഈക്വൽ ടു x പ്ലസ് 1. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, y ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. സോ അപ്പം ഇവിടെ നോക്കാം, എ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് എ ആണ്, കോഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ്. ഡൊമൈനിൽ വന്നിരിക്കുന്നത് ഈ 3 എലമെൻറ്റ്സ് ആണ്. നമുക്കിപ്പോൾ എക്സിന് നമുക്കറിയാലോ, എക്സ് ഇവിടെ എടുത്തിരിക്കുന്നത് ഉണ്ടോ, ഇവിടുത്തെ എക്സ് വന്നിരിക്കുന്നത് സെറ്റ് എയിൽ നിന്നും വൈ വന്നിരിക്കുന്നത് സെറ്റ് ബിയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ എക്സിൽ എൻട്രീസ് നമുക്ക് 1, 2, 3 കൊടുക്കാം. സോ അപ്പോൾ എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ വൈ എന്ത് വരും, 1 + 1 ദറ്റ് ഈസ് 2. ഓക്കെ, ഈ കിട്ടുന്ന എൻട്രി എവിടെ ഉണ്ടെന്ന് നോക്കണം, ബിയിലുണ്ടല്ലോ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ദെർഫോർ സെറ്റ് 1, 2 എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ എഫിലുണ്ട്, എഫിലുള്ള എലമെൻറ്റാണ്. ഇനി എക്സിന് അടുത്ത എലമെൻറ്റ്, എയിൽ അടുത്ത എലമെൻറ്റ് 2 കൊടുക്കാം. Therefore y equal to 2 + 1 that is 3. ഓക്കെ, അത് നമ്മുടെ കോഡൊമൈനിലുള്ള എൻട്രി ആണ്. Therefore ഇവിടെ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് 2, 3 എന്ന് പറയുന്നത് ഓൾസോ ബിലോങ്സ് ടു ദ ഫംഗ്ഷൻ എഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പുട്ട് എക്സ് ഈക്വൽ ടു 3. എക്സിന് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് y ആസ് 3 + 1 that is 4. So also belongs to b. ഓക്കെ, 4ഉം ബിയിലുണ്ട്. Therefore നമുക്ക് പറയാം therefore 3, 4 is also an element of F. അപ്പോൾ ഇതാണ് എഫിൽ വന്നിരിക്കുന്ന എൻട്രീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻട്രീസിനെ കേർലി ബ്രേസസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുക. ഈ 3 എണ്ണമാണ് എഫിൽ വന്നിരിക്കുന്ന എൻട്രീസ്, അതിനെ കോമിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് ഓർഡേഡ് പെയർ 1, 2, ഓർഡേഡ് പെയർ 2, 3, ഓർഡേഡ് പെയർ 3, 4. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ 1, 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ വെൻ ഡയഗ്രാം വരച്ച് നോക്കാം. സോ വെൻ ഡയഗ്രാം എങ്ങനെ വരും, ഇത് ഡൊമൈൻ എ എന്ന് പറയുന്നത്, ഇത് കോഡൊമൈൻ. സോ അപ്പോൾ ഡൊമൈനിൽ വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് 1, 2, 3. കോഡൊമൈനിൽ വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് 2, 3, 4, 5. ഓക്കെ, ഇനി നമുക്കിവിടെ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ഡൊമൈനിൽ വന്നിരിക്കുന്ന 1നെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത്, 1നെ 2ലോട്ട് മാപ്പ് ചെയ്യുന്നു, 2നെ 3ലോട്ട് മാപ്പ് ചെയ്യുന്നു, 3യെ 4ലോട്ട് മാപ്പ് ചെയ്യുന്നു. അതായത് ഡൊമൈനിൽ വന്നിരിക്കുന്ന എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് കോഡൊമൈനിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതല്ലേ 1, 1ൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ഫംഗ്ഷൻ 1, 1 ആവണമെങ്കിൽ എവറി എലമെൻറ്റ്സ് ഇൻ ദ ഡൊമൈൻ ഹാസ് 1 and only 1 ഇമേജ് ഇൻ ദ കോഡൊമൈൻ. ഡൊമൈനിലുള്ള ഓരോ എലമെൻറ്റിനും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓരോ എലമെൻറ്റിനും കോഡൊമൈനിൽ യുണീക്ക് ആയിട്ടുള്ള ഇമേജ് വേണം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1, 1 ആണ്. എഫ് ഈസ് 1, 1. ഇനി ചോദിച്ചിരിക്കുന്നത് ഓൺ 2 ആണോ. ഓൺ 2 ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എവറി എലമെൻറ്റ്സ് ഇൻ ദ കോഡൊമൈൻ ഹാസ് പ്രീ ഇമേജസ് ഇൻ ദ ഡൊമൈൻ. കോഡൊമൈനിൽ വന്നിരിക്കുന്ന എല്ലാ എലമെൻറ്റിനും
ഡൊമൈനിൽ തിരിച്ച് പ്രീ ഇമേജ് വേണം. ഇവിടെ നോക്കുകയാണെങ്കിൽ 2ൻ്റെ പ്രീ ഇമേജ് ആണ് 1, 3യുടെ പ്രീ ഇമേജ് ആണ് 2, 4ൻ്റെ പ്രീ ഇമേജ് ആണ് 3. പക്ഷേ 5 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിന് ഇവിടെ ഇമേജ് ഉണ്ടോ, പ്രീ ഇമേജ് ഉണ്ടോ? അല്ലെങ്കിൽ പറയാം 5 എന്ന് പറയുന്ന എലമെൻറ്റ് എയിൽ വന്നിരിക്കുന്ന ഒരു എലമെൻറ്റിൻ്റെയും ഇമേജ് അല്ല, അല്ലേ? ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫങ്ഷൻ ഈസ് നോട്ട് 1 1 ആൻഡ് എഫ് ഈസ് നോട്ട് ഓൺ 2. ഓക്കെ, 1 1 ആണ്, പക്ഷേ ഓൺ 2 അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ മെട്രിസസ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 0 2 5 ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 0 0 3. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ മെട്രിസസ് എക്സ് ആൻഡ് വൈ. എക്സ് വൈ എന്ന് പറയുന്ന മെട്രിസസ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈയുടെ ഒരു വാല്യൂ മെട്രിക്സ് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈയുടെ വാല്യൂ മെട്രിക്സ് തന്നിട്ടുണ്ട്. വി വോണ്ട് ടു ഫൈൻഡ് ദ മെട്രിസസ് എക്സ് ആൻഡ് വൈ. നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇവിടെ നോക്കുക, ഇത് ഞാൻ ഫസ്റ്റ് മെട്രിക്സ് ആയിട്ടെടുത്തു, ഇത് ഞാൻ സെക്കൻഡ് മെട്രിക്സ് ആയിട്ടെടുത്തു. നമുക്ക് എന്ത് ചെയ്യാം? എക്സും വൈയും അല്ലേ വേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്, റൈറ്റ് സൈഡിൽ എക്സ് മൈനസ് വൈ ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ ഇക്വേഷൻ മെട്രിക്സ് 1 പ്ലസ് മെട്രിക്സ് 2 ചെയ്തു. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ത് വന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. ഇനി റൈറ്റ് സൈഡ് എഴുതാം. 7 0 2 5 പ്ലസ് 3 0 0 3. ഓക്കെ, ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ വൈ ഇവിടെ ക്യാൻസലായിപ്പോയി. നമുക്കിവിടെ 2 ടൈംസ് എക്സ് വന്നു. ഇനി എങ്ങനെയാണ് മെട്രിക്സ് എൻട്രീസ് ആഡ് ചെയ്യുന്നത്? മെട്രിക്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 7 + 3, ഇവിടെ വരുന്നത് 0 + 0, അടുത്ത എൻട്രി വരുന്നത് 2 + 0, നെക്സ്റ്റ് വൺ 5 + 3. ഓക്കെ, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 7 + 3 10 0 2 8. This is the value of 2x. From here we get x. എന്ത് ചെയ്യും? എക്സ് വരാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 2നെ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യുക. ഈ 2 റൈറ്റ് സൈഡിലോട്ട് എത്തുമ്പോൾ ഇത് 1/2 ആയി. 1/2 × 10 0 2 8. ഒരു മെട്രിക്സിനെ ഏതെങ്കിലും ഒരു സ്കെയിലർ വെച്ചിട്ട് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ചെയ്യുന്നത് ആ സ്കെയിലറിനെ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസും വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതായത് ഇതെങ്ങനെ വരും? ഇത് ദിസ് ഈസ് 10 × 1/2 or 10/2. This is 0/2. This is 2/2 and this is 8/2. Okay, so we get the answer as 10/2 is 5 0 1 4. This is the value of x, അല്ലെങ്കിൽ x എന്ന് പറയുന്ന മെട്രിക്സ് ഈ കിട്ടിയിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണം y കാണണം നമുക്ക്, അല്ലേ? അപ്പോൾ y എങ്ങനെ കാണാം? y കാണുന്ന എളുപ്പമാണ്. എക്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് എക്സ് കൊടുത്താൽ പോരെ, അവിടെ നമുക്ക് y ഫൈൻഡ് ചെയ്യാമല്ലോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ടു ഫസ്റ്റ് മെട്രിക്സ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ എക്സ്പ്രഷനിൽ കൊടുക്കുക. സോ വി ഗെറ്റ് എക്സിന് പകരം നമുക്ക് ഈ മെട്രിക്സ് കൊടുക്കാം. 5 0 1 4 പ്ലസ് വൈ ഈക്വൽ ടു 7 0 2 5. ഓക്കെ, സോ ഫ്രം ഹിയർ വി ഗെറ്റ് വൈ ആസ് എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് ദിസ് മെട്രിക്സ് ടു ദ റൈറ്റ് സൈഡ്. സോ ദിസ് ബിക്കം 7 0 2 5. ഇത് റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അത് മൈനസ് ആയി. മൈനസ് മെട്രിക്സ് 5 0 1 4. എന്ത് ചെയ്യുക? രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രീസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 7 - 5. ഇനി അടുത്തത് 0 0 0 - 0. അടുത്ത പൊസിഷനിൽ വരുന്ന 2 - 1. അടുത്തത് 5 - 4. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് 7 - 5 2 0 2 - 1 5 - 4 1. ഓക്കെ, ദിസ് ഈസ് ദ മെട്രിക്സ് y. അപ്പോൾ എക്സും വൈ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് A 1 3 ആൻഡ്
ബി 0 0 യൂസിങ് ഡിറ്റർമിനൻസ്. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഫോം വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിങ് ത്രൂ ദ പോയിൻറ്റ്സ്. അപ്പോൾ ഉണ്ടോ, ഇത് എ എന്ന് പറയുന്നൊരു പോയിൻറ്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിൻറ്റ്. എയുടെ കോർഡിനേറ്റ്സ് x1 y1 ബിയുടെ കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് എ ബി കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. പി എന്ന് പറയുന്നത് ആ ലൈനിൽ ലൈ ചെയ്യുന്ന വേറെ ഏതോ പോയിൻ്റാണ്. അതിൻ്റെ കോർഡിനേറ്റ് XY ആണെങ്കിൽ ദെൻ ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിങ് the equation of the line joining the points x1 y1 and x2 y2 is given as modulus of x y1 x1 y1 1. അടുത്തത് ബിയുടെ കോർഡിനേറ്റ്സ് എഴുതുക x2 y2 1 ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി ചെയ്യുന്നത്. ആദ്യം എന്തെഴുതുക? ആദ്യം ജനറലായിട്ട് ഇവിടുത്തെ നടുക്ക് വരുന്ന കോർഡിനേറ്റ് XY1. അടുത്തത് ഇതിൻ്റെ തേർഡ് കോളായിട്ട് എപ്പോഴും 1 കൊടുക്കുക. ഓക്കെ, ഇവിടുത്തെ സെക്കൻഡ് റോ ആയിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എയുടെ കോർഡിനേറ്റ്സ് x1 y1 കൊടുത്തു. തേർഡ് റോ ആയിട്ട് ബിയുടെ കോർഡിനേറ്റ്സ് കൊടുക്കും. ഇവിടുത്തെ എൻഡിങ് പോയിൻ്റ് കോർഡിനേറ്റ്സ് കൊടുക്കുക x2 y2. ഓക്കെ, ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആൻസറിലോട്ട് പോകാം. ഫോമുല നമ്മുടെ ഇപ്പോൾ കയ്യിലുണ്ട്. സോ അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ 1 3 ബി എന്ന് പറയുന്ന പോയിൻ്റ് 0 0 ആണെങ്കിൽ ഈ രണ്ട് പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇറ്റ് ഈസ് XY1 അടുത്ത 1 3 1 അടുത്ത ബിയുടെ കോർഡിനേറ്റ്സ് എടുക്കുക 0 0 1. ഓക്കെ, ഇനി ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കാണുന്നത്? ആദ്യം ഫസ്റ്റ് എൻട്രി എടുക്കുക അല്ലേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എൻട്രി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഇൻറ്റു ആ റോയും കോളവും ഒഴിച്ചിട്ട് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക, മൈനർ കാണുക. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് 3 1 0 1 മൈനസ് അടുത്തത് y ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ഏതാണ്? y എന്ന് പറയുന്ന റോയും കോളവും ഒഴിച്ചിട്ട് ബാക്കി വരുന്നത് എടുക്കുക. ഏതാ വരുന്നത്? 1 1 0 1 1 1 0 1 പ്ലസ് 1 ഇൻറ്റു പ്ലസ് 1 ഇൻറ്റു അടുത്തെടുക്കുക. എന്ത് ചെയ്യുക? 1 എന്ന് പറയുന്ന റോയും കോളവും 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും നമ്മൾ ഒമിറ്റ് ചെയ്തു. ബാക്കി വരുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഏതാ വരുന്നത്? 1 3 0 0 1 3 0 0. ഇത് കാണുക. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ത്രീ ഇൻറ്റു 1 3 മൈനസ് 0 ഇങ്ങനെ കേട്ടോ. 3 ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു 1 മൈനസ് y ഇൻറ്റു ഇവിടെ എങ്ങനെയാണ്? 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 0 0 പ്ലസ് 1 ഇൻറ്റു 1 ഇൻറ്റു 0 മൈനസ് 3 ഇൻറ്റു 0. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 3 ഓർ 3x മൈനസ് y ഇൻറ്റു 1 ഓർ y പ്ലസ് 0 ഈക്വൽ ടു 0. ഇക്വേഷൻ റൈറ്റ് സൈഡ് നമുക്ക് 0 ആണ്. Therefore these all are equate with 0. It is equal to 0. So the equation is 3x minus y equal to 0 or 3x equal to y or y equal to 3x. ഇതാണ് എ എന്ന് പറയുന്ന എയും ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ കൂടി എ ആൻഡ് ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ ബൈ യൂസിങ് ദ ഡിറ്റർമിനൻറ്റ് ഫോർമുല. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ആ ഫോമാറ്റ് ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. Okay, the next question is, sixth question is, here we have given two vectors, vector A equal to I plus 2j plus 3k and vector B equal to 3I plus 2j plus k. Question is, find A dot B. Okay, and the second question is, find the angle between A, vector A and vector B. ആദ്യം നമുക്ക് A dot B, എയുടെയും ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ നമുക്ക് നോക്കാം. A dot B equal to ആദ്യം വെക്ടർ എഴുതാണ് കേട്ടോ. I plus
2j plus 3k dot 3i plus 2j plus k. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ 1 ആണ്. ബാക്കി വരുന്ന എല്ലാം അതായത് ഐ ഡോട്ട് ജെ ഡിഫറെൻറ്റ് പെയേഴ്സായിട്ട് ഡിഫറെൻറ്റ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ബാക്കി വരുന്ന എല്ലാം 0യാണ്. ഓൾ അതേഴ്സ് ആർ 0. ബാക്കി വരുന്നതെല്ലാം 0യാണ്. സോ അപ്പോൾ ഒരേപോലെ വരുന്ന യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് മാത്രമാണ് യൂണിറ്റ് വരുന്നത് 1 വരുന്നത്. ബാക്കി എല്ലാം 0 ആണ്. അപ്പോൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഐ ഡോട്ട് ഐ കാണുക, ജെ ഡോട്ട് ജെ കാണുക, കെ ഡോട്ട് കെ കാണുക. സോ അപ്പോൾ എന്ത് വരും? ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റ് വരുന്നത് 1 ആണ്. 1 ഇൻറ്റു 3 അല്ലേ? 1 ഇൻറ്റു 3 പ്ലസ് അടുക്ക് പ്ലസ് സൈൻ ഇടുക. അടുത്തത് ജെയുടെ കോഎഫിഷ്യൻ്റ് മൾട്ടിപ്പിൾ ചെയ്യുക. 2 ഇൻറ്റു 2 പ്ലസ് അടുത്തത് വരുന്നത് 3 ഇൻറ്റു 1. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 1 3. ദാറ്റ് ഈസ് 6 പ്ലസ് 4 10 ആണ് ഇവിടുത്തെ ഡോട്ട് പ്രോഡക്റ്റ് വരുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ കാണുക. ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി. മോഡ് എ ബൈ മോഡ് ബി. ഇതാണ് കോസ് തീറ്റയുടെ ഫോർമുല. ഇതിൽ നിന്ന് തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. ഇങ്ങനെയാണ് ആംഗിൾ കാണുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എ ഡോട്ട് ബി ഇപ്പോൾ കണ്ടുവച്ചു 10 ആണ്. മോഡുലസ് എയും മോഡുലസ് ബിയും കാണണം. അതെങ്ങനെ വരും നോക്കാം. മോഡ് എ എന്ത് വന്നു? മോഡ് എ എങ്ങനെ കാണുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? ഇപ്പോൾ എന്ന് പറയുന്നത് xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എ എങ്ങനെയാണ് കാണുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതുപോലെ ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് എ ഐ പ്ലസ് 2j പ്ലസ് 3k ആണ്. അതിൻ്റെ ഓരോ കമ്പോണൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്യുക. ദിസ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 9. എന്ത് വന്നു? √14. ഓക്കെ. ഇതുപോലെ തന്നെ മോഡുലസ് ഓഫ് ബി കാണാം. മോഡ് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പോണൻസിൻ്റെ സ്ക്വയർ എടുക്കുക. ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ. ദറ്റ് ഈസ് 9 പ്ലസ് 4 പ്ലസ് 1. ദിസ് ഈസ് ഓൾസോ 14. രണ്ട് നമുക്ക് 14 വരുന്നത്. നമുക്കിവിടെ കൊടുത്തു നോക്കാം കേട്ടോ. ദറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എ ഡോട്ട് ബി 10 ആണ് ഡിവൈഡഡ് ബൈ √14 ഇൻറ്റു √14. ഓക്കെ. ദറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു cos inverse of 10 by the √14 into √14 എന്ന് പറഞ്ഞാൽ √14 square. So this is 14. √14 square equal to 14. So this becomes theta equal to cos inverse of 10 by 14 means 2 cancel ചെയ്യുക. So this becomes 5 by 7. Cos inverse of 5 by 7. Therefore theta equal to cos inverse of 5 by 7. This is the angle between the vector A and P. Clear ആണല്ലോ എല്ലാവർക്കും? സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2023 പാർട്ട് എയിലെ മാത്തമാറ്റിക്സ് +2 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.